തൂങ്ങാംപാറ ഇറയങ്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തൃക്കൊടിയേറ്റ ആറാട്ട് ശിവരാത്രി ഉത്സവത്തിന് തുടക്കമായി. ഒന്നാം ഉത്സവ ദിവസം സ്നേഹവീടിൻ്റെ താക്കോൽദാന ചടങ്ങും നടന്നു. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് മെമ്പർ സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു. വിദേശ മലയാളി സംഘടനയുടെ സഹായത്തോടെയാണ് വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം ഗോപുവും പരിപാടിയിൽ പങ്കെടുത്തു. പ്രസിഡന്റ് സതീഷ് കുമാർ, സെക്രട്ടറി MS വിജയകുമാർ തുടങ്ങിയ ഭാരവാഹികളും ചടങ്ങിൻ്റെ ഭാഗമായിരുന്നു. ഈ മാസം 15 വരെയാണ് ഉത്സവം നടക്കുന്നത്. പലരും ചോദിച്ചിട്ടുണ്ട്, കേരളത്തിൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ എന്താണെന്ന്. അതിനെനിക്ക് ഉത്തരമുണ്ട്, പക്ഷെ ഉത്തരം പറയുന്നില്ല. പക്ഷേ കേരളം മാത്രമല്ലല്ലോ, ഭാരതം മുഴുവൻ വിസ്താരമായിട്ട് കിടക്കുന്നില്ലേ. ഭാരതത്തിൽ എവിടെ ജോലി ചെയ്താലും ഈ മണ്ണുമായിട്ടുള്ള ബന്ധം മാറില്ല. മറ്റേത് വെളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ വളരെ 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 വ്യത്യാസമാണ്. പണ്ടൊക്കെ 2 വർഷമൊക്കെ കഴിഞ്ഞ് ഈ വിദേശിയായിരിക്കുന്ന സ്വദേശി തിരിച്ച് വരുമ്പോഴത്തേക്ക് സൂട്ട് കേസിൽ ഒരുപാട് ഗിഫ്റ്റുകൾ, പെർഫ്യൂം ആണെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെയോ ഗാഡ്ജറ്റ്സ്, ഇത് മറ്റേ മറിച്ചൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ഇതെല്ലാം ഇവിടെ കിട്ടും. അവിടുന്ന് ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല, എല്ലാം ഇവിടെ കിട്ടും. ഓരോ സ്ഥലത്തു നിന്നും എനിക്കറിയാൻ വയ്യ ഇവിടുത്തെ സ്ഥിതി എങ്ങനെയാണ്, ഈ ഗ്രാമപ്രദേശത്തിൻ്റെ സ്ഥിതി എങ്ങനെയാണ് എനിക്കറിയാൻ വയ്യ. നിങ്ങൾ എത്ര പേർക്ക് നിങ്ങളുടെ കുട്ടികൾ വെളിയിൽ പോയി നിങ്ങൾ മാത്രമായിട്ടുള്ള ഏകാന്ത ജീവിതം, അല്ലെങ്കിൽ ഒരു 2 വയസ്സായ ആളുകൾ തനിച്ച് ഒരു കെട്ടിടത്തിൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിലോ അപ്പാർട്ട്മെൻറ്റിലോ എവിടെ താമസിക്കുക, കുട്ടികൾ ഒക്കെ വെളിയിൽ. അങ്ങനെ പലരും ഇവിടെ ഉണ്ടോ? ഇല്ലെങ്കിൽ മഹാഭാഗ്യം, ഈ മണ്ണിൻ്റെ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി. അങ്ങനെ ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ അത് വലിയ ഭാഗ്യം തന്നെയാണ്. ഇറയങ്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ ആണ്ടത്തെ തൃക്കൊടിയേറ്റ് ശിവരാത്രി മഹോത്സവത്തിന് ഇന്ന് രാവിലെ 9:15 ശേഷം 9:30 ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ N. മഹാദേവൻ പറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കൊടിയേറി ആരംഭിച്ചു. വൈകുന്നേരം 5 മണിക്ക് ഒരു പൊതുചടങ്ങുണ്ടായിരുന്നു. തിരുവിതാംകൂർ രാജകുടുംബാംഗം ഹർ ഹൈനസ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടിയാണ് അതിന് ഉദ്ഘാടനം നടത്തിയത്. അതായത് ക്ഷേത്രം ട്രസ്റ്റും ഒരു പ്രവാസി മലയാളി കൂട്ടായ്മയും ചേർന്ന് ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപ ചെലവിൽ ഒരു വീട് നിർമ്മിച്ചു. അതിൻ്റെ താക്കോൽദാന കർമ്മമാണ് നടത്തിയത്. നാളെ ലക്ഷാർച്ചന, മറ്റന്നാൾ ഈ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നായ ഉത്സവ ബലി എന്ന് പറയുന്ന ചടങ്ങാണ്. 13-ാം തീയതി പള്ളിവേട്ടയാണ്, 14-ാം തീയതി ആറാട്ടാണ്, 16-ാം തീയതി മഹാശിവരാത്രി മഹോത്സവത്തോടുകൂടി ഈ ആണ്ടത്തെ 15-ാം തീയതി മഹാശിവരാത്രി മഹോത്സവത്തോടുകൂടി ഈ ആണ്ടത്തെ തൃക്കൊടിയേറ്റ് ആറാട്ട് ശിവരാത്രി മഹോത്സവത്തിന് പരിസമാപ്തിയാകും. ഈ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു മഹാക്ഷേത്രമാണിത്. ഏതാണ്ട് 1200 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. 2009-ൽ ക്ഷേത്രം പുനർനിർമ്മിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ചരിത്രപരമായ ഒരു വസ്തുതയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ ശ്രീരുദ്രം ആരംഭിച്ചിട്ട് 7 ശ്രീരുദ്രങ്ങൾ കഴിഞ്ഞു. 11 ശ്രീരുദ്രങ്ങൾ പൂർത്തിയാക്കി അതിരുദ്രവും മഹാരുദ്രവും നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. 2030-ൽ അങ്ങനെയുള്ള ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം കാത്തിരിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ ദിവസവും അന്നദാനമുണ്ട്, വിവിധ പൂജകളുണ്ട്. അതിലെല്ലാം പങ്കാളികളാകാൻ വേണ്ടി എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം ഇന്ന് രാവിലെ കൊടിയേറി. അടുത്ത് പള്ളിവേട്ട, ആറാട്ട്, ശിവരാത്രി മഹോത്സവം, അതാണ് നമ്മുടെ പ്രധാനമായത്. എല്ലാ ക്ഷേത്രങ്ങളിലും ആന എഴുന്നള്ളത്തുണ്ടാകുമ്പോൾ നമ്മളിവിടെ രഥമുണ്ടാക്കി രഥത്തിലാണ് ഭഗവാൻ എഴുന്നള്ളിക്കുന്നതും പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു മഹാ ഉത്സവമായി മാറുകയും നമ്മളിപ്പോൾ പ്രവാസി മലയാളിയും ചേർന്ന് ഒരു പാവപ്പെട്ട കുടുംബത്തിനൊരു വീട് പണി ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഇനിയും അതുപോലെ ഉള്ള ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും സഹായ സഹകരണങ്ങളുണ്ടായാൽ നമ്മൾ വീണ്ടും അതുപോലെ ചെയ്യുന്നതായിരിക്കും.